നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള 2 വിഭവങ്ങൾ ഉണ്ടാക്കാം കേട്ടോ. ഒന്ന് കാന്താരി മുളകിൻ്റെ ഇല കൊണ്ടുള്ള ഒരു അടിപൊളി തോരനും, രണ്ടാമത്തത് ഉരുളക്കിഴങ്ങ് കൊണ്ട് നല്ലൊരു മസാലക്കറിയും. അപ്പോൾ ഞാൻ കാന്താരിയുടെ ഇല ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇതുപോലെ അടുക്കി എടുത്തിട്ട് ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇത് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഇത് അടുക്കിയെടുക്കുക എന്നുള്ള കുറച്ചൊരു പണിയാണ്. അതുകൊണ്ടാണ് ഞാനങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഓരോ കെട്ടെടുത്തിട്ട് ഞാൻ ഇതുപോലെയൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കട്ട് ചെയ്യുന്നതും കുറച്ച് ഒരു മെനക്കെട്ട പണിയാണ്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണ് ഇത് ഉണ്ടാക്കാൻ തയ്യാറാകും. അപ്പോൾ അത് ഞാൻ ഇലയൊക്കെ ഇവിടെ ഇതുപോലെ ചെറുതായിട്ട് തന്നെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു കടായി വെച്ചിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്, ഒരു നാടൻ റെസിപ്പിയാണല്ലോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു. പിന്നെ 1-2 ഉണക്കമുളകും ഒരൽപ്പം കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കാന്താരി മുളകിൻ്റെ ഇല ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. കാന്താരി മുളകിൻ്റെ ഇല ഞാൻ പറിച്ചു കൊണ്ടുവന്നിട്ട് നന്നായിട്ട് കഴുകി വെള്ളം നല്ലവണ്ണം തോർന്നു പോയതിന് ശേഷമാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മറ്റുള്ള ഇലയെക്കാട്ടിലും എനിക്കൊരു പ്രത്യേകത തോന്നിയത് എന്താണെന്ന് അറിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും വെന്ത് വരുമ്പോഴത്തേക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനൊന്ന് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് തുറന്നു നോക്കിയിട്ട് ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് തന്നെ വേണ്ടി മതിയാവുള്ളൂ നമുക്കിതൊന്ന് വെന്ത് വരാനായിട്ട്, നമ്മുടെ തോരൻ റെഡിയായി കിട്ടാനായിട്ട്. ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് നടുവിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ഇതെന്താണെന്ന് വെച്ചാൽ പച്ചമുളക്, ചെറിയ ജീരകം, വെളുത്തുള്ളി, 1-2 കഷ്ണം ചുമന്നുള്ളി, തേങ്ങ, ഇത്രയും കൂടെ മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടെ ഒന്ന് സാധാരണ തോരനൊക്കെ ചതയ്ക്കുന്ന പോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഇതിൻ്റെ നടുക്ക് കുറച്ചൊന്ന് തോരനൊന്ന് ഈ ഇലയൊന്ന് മാറ്റി കൊടുത്തിട്ട് ശേഷം നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് ആവിയിലിരുന്ന് നല്ലതുപോലെ നമ്മുടെ ഈ അരപ്പ് വെന്തിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരും. അതിനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, സാധാരണ ഞാൻ ഇങ്ങനെയായിട്ട് ചെയ്യുന്നത്. ഇനി നമുക്കിതുപോലെ ഈ ഇല കൊണ്ട് തന്നെ ഇതുപോലൊക്കെ ഇതുപോലെ ഒതുക്കി വെച്ച് കൊടുത്തിട്ട് അരപ്പൊന്ന് അടിയിലേക്ക് ആക്കി കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ. അടച്ച് വെച്ച് കൊടുക്കുമ്പോഴത്തേന് നമ്മൾ കൂടെ ഒന്ന് തുറന്നിട്ട് നോക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് കരിയാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് തുറന്നിട്ട് ഇതുപോലെ ഈ തവിയുടെ ഈ ഭാഗം കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പം നല്ലതുപോലെ ഈ അരപ്പും ഈ ഇലയും കൂടെ മിക്സായി വരും. അതുകൊണ്ടാണ് ഞാൻ ഈ തവിയുടെ ഈ ഭാഗം, നമ്മൾ തവിയുടെ കണ എന്നൊക്കെ പറയും കേട്ടോ, ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ തവി കൊണ്ട് തന്നെ നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. ഇതപ്പോൾ എനിക്ക് നന്നായിട്ട് ഈ ഇല ഇങ്ങനെ കട്ടയൊന്നും കെട്ടാതെ നല്ലതുപോലെ നമുക്കിതുപോലെ വിടർന്ന് നല്ല അടിപൊളിയായിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ സാധാരണ ഇലത്തോരനൊക്കെ വയ്ക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. നന്നായിട്ട് നമുക്കിതിങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കാം. നല്ലതുപോലെ അരപ്പും ഇലയും കൂടെ ഒന്ന് മിക്സായി വരട്ടെ. നന്നായിട്ട് തന്നെ ഇതുപോലെ ഇളക്കിയിട്ട് ഒന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് 1 മിനിറ്റോളം നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി ഇട്ട് വിടുക ഇടയ്ക്കിടയ്ക്ക്. ഇനി നമ്മളിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഉപ്പൊക്കെ നല്ല പാകത്തിനാണ്. വീണ്ടും ഞാൻ ഇതുപോലെയൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയാണ്. അടിയിൽ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്, ഒട്ടും വെള്ളമൊന്നുമില്ലല്ലോ. നന്നായിട്ട് തന്നെ നമുക്കിത് കൂടെ ഇളക്കിയിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ നമ്മുടെ തോരൻ റെഡിയായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ തോർന്ന് കണ്ട നല്ലതുപോലെ കുലർന്നിട്ട് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഫ്ലെയിം കുറച്ചിട്ട് ഇപ്പോഴും ഞാൻ ഓഫ് ചെയ്തിട്ടില്ല. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. അടുത്ത നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് കറിയാണ്. അതിന് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കടായി ചൂടായി വന്ന സമയത്ത് വെളിച്ചെണ്ണ തന്നെയാണ് ചേർത്ത് കൊടുത്തത്. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. പിന്നെ 2 ഏലയ്ക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ ഒരു ചെറിയ ജാതിപത്രിയുടെ ഒരു കഷ്ണം, വളരെ ചെറുതേ ചേർക്കാവുള്ളൂ. ചിക്കൻ കറിക്ക് ചേർക്കുന്ന കണക്ക് ഒരുപാട് ചേർക്കണ്ട. ഇനി നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില, ഇനി ഒരു മീഡിയം സൈസിലുള്ള സവോള ഇതുപോലെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഒരു 10-20 എണ്ണം ഉണ്ട്. ചെറിയ ഉള്ളി,
ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ചെറിയ ഉള്ളി, വലിയ ഉള്ളികളൊക്കെ ചെറുതായിട്ടൊന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അല്ലാത്ത ചെറിയ സൈസിലുള്ളത് അതുപോലെ ഇട്ടാൽ മതി. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നേരത്തെ നമ്മൾ ചേർത്ത ഏലക്കയും പട്ട, ജാതിപത്രിയുടെ ആ ഒരു പീസ് ഇത് നമ്മൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഈ കറിക്ക് നല്ല ചിക്കൻ കറിയെക്കാട്ടിലും ടേസ്റ്റിൽ നമുക്കിത് വെക്കാനായിട്ട് പറ്റുന്നത്. ഇങ്ങനെയുള്ള ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുമ്പോഴാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴന്ന് വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. പച്ചമുളകും ചെറിയ ഉള്ളിയും സവോളയൊക്കെ നന്നായിട്ടൊന്ന് വാടി ഒന്ന് വഴന്ന് വരട്ടെ. ഇതിവിടെ ഇപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടിയിൽ പിടിക്കാതെ നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ നമ്മൾ ചേർത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ നല്ലതുപോലെ മാറി നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ നമ്മളത് വഴറ്റി കൊടുക്കണം. എങ്കിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നല്ലതുപോലെ ഇത് വഴന്ന് എണ്ണയ്ക്കും തെളിഞ്ഞ് വരട്ടെ. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് വഴന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. വലിയ 2 ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ വലുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വയ്ക്കുന്ന ഈ കറിക്ക് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് അടിയിൽ പിടിക്കേണ്ട, നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. പാൻ നല്ലതുപോലെ ചൂടായിരിക്കുന്നതുകൊണ്ട് തന്നെ അടിക്ക് പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പൊടികളൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഇനി ഇത് ഫ്രൈ ആയതിന് ശേഷം നമുക്കിതിലേക്ക് മീഡിയം സൈസിലുള്ള 2 തക്കാളി, വലിയ തക്കാളിയാണെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതി, ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ തക്കാളിയുടെ ജ്യൂസൊക്കെ നിറങ്ങിയിട്ട് ഇതൊന്ന് വഴന്ന് വരട്ടെ. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇളക്കി കൊടുക്കണം. കാരണം നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല. അപ്പോൾ ഈ തക്കാളിയുടെ ജ്യൂസ് ഇറങ്ങുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ 1 മിനിറ്റിൽ ഒരു 2 പ്രാവശ്യം നമ്മൾ ഇളക്കി കൊടുക്കണം. അടിക്ക് പിടിച്ച് കരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. ഞാനൊരു 2-3 പ്രാവശ്യം ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. തുറന്നിട്ട് വീണ്ടും ഞാൻ ഇളക്കുകയാണ്. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. മസാലകളൊക്കെ നല്ലതുപോലെ നമ്മുടെ ഉരുളക്കിഴങ്ങിലൊക്കെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തിളച്ച വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പച്ചവെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്. നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. കുറച്ച് സമയം എടുക്കും കേട്ടോ. ഏകദേശം ഒരു 10-20 മിനിറ്റൊക്കെ എടുക്കും നമുക്ക് ഈ കറി വയ്ക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് മാത്രമേ ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളൂ. ബാക്കി നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലൊക്കെ ഉപ്പ് ചേർക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഒരു 7 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഇളക്കി കൊടുക്കാം. വെള്ളം ഉണ്ട് എങ്കിൽ പോലും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. അപ്പോൾ അതാ ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പം നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇപ്പം ഏകദേശം നമ്മുടെ ഈ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാൻ കാണിച്ചിട്ടുള്ള ആ സ്പൂണ് വളരെ ചെറുതാണ്, അതുകൊണ്ടാണ് ഞാൻ
അതിനകത്ത് കുഞ്ഞ് സ്പൂണല്ലേ 2 സ്പൂൺ ചേർത്തത്, അതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 10-20 സെക്കൻഡ് അത്രയും മതി. അടച്ചിട്ട് വീണ്ടും തുറന്നിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ കണ്ടോ, ഇതിൻ്റെ ഗ്രേവിയൊക്കെ നമുക്ക് പാകത്തിനായി വന്നിട്ടുണ്ട്. ഇപ്പം നല്ലൊരു അടിപൊളി സ്മെല്ലാണ് കേട്ടോ വരുന്നത്. ഇനി നമുക്ക് ടേസ്റ്റ് നോക്കാം. ഉപ്പും ഒക്കെ എരിവൊക്കെ പാകത്തിനാണെന്ന് നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ഈ സമയത്ത് നമുക്ക് എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് എരിവൊക്കെ നമുക്ക് പാകത്തിനുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം മല്ലിയില, അല്പമല്ല ഒരല്പം കൂടുതൽ ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നതാണ് മല്ലിയില. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം നാരങ്ങ നീര് ഇതുകൂടെയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് കറിയുടെ ലെവൽ തന്നെ മാറും കേട്ടോ. ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ അതേ നമ്മുടെ കിടുക്കാച്ചി ഉരുളക്കിഴങ്ങ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. വീണ്ടും നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.